നമസ്കാരം. വിദ്യാ ന്യൂസിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ നീതു. പ്രധാന വാർത്തകളിലേക്ക്. കലാമനസ്സുകളുടെ തിരികൊളുത്തിക്കൊണ്ട് ജില്ലാതല വിദ്യാരംഗ കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനം GHS പെരിയയിൽ വെച്ച് നടന്നു. സ്വാതന്ത്ര്യ സവിതാവിന്റെ പാതയിൽ സേവന സന്നദ്ധരായി പെരിയ GHS പെരിയ സ്കൂളിലെ വിദ്യാർത്ഥികൾ. PTA-യുടെയും മറ്റുള്ളവരുടെയും സഹായ സഹകരണത്തോടുകൂടി പെരിയ സ്കൂളിൽ നടന്ന വാർത്താ വിചരണ എന്ന മാധ്യമ ശില്പശാലയിൽ സ്വാദിഷ്ടമായ സദ്യ. വാർത്തകൾ വിശദമായി. കലാമനസ്സുകളുടെ തിരികൊളുത്തിക്കൊണ്ട് ജില്ലാതല വിദ്യാരംഗ കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനം GHS പെരിയയിൽ വെച്ച് നടന്നു. ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ ശ്രീ അരവിന്ദാക്ഷൻ അവർകളാണ്. ഇതിനോടനുബന്ധിച്ച് അധ്യക്ഷത നിർവഹിച്ചത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറായ ശ്രീ കൃഷ്ണ അക്കിത്തയാണ്. വിശദ വിവരണവുമായി നമ്മുടെ പ്രതിനിധിയായ മാളവിക നമ്മുടെ ലൈനിലുണ്ട്. മാളവിക, എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ജില്ലാതല ഉദ്ഘാടനത്തോട് അനുബന്ധിച്ച് പെരിയ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നത്? നീതു, ഞാനിപ്പോൾ നിൽക്കുന്നത് പെരിയ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗ്രൗണ്ടിലാണ്. മാധ്യമരംഗത്തേക്ക് വെളിച്ചം വീശുന്ന വാർത്താ വിചാരം മാധ്യമ ശില്പശാല പെരിയ ഹയർ സെക്കൻഡറി സ്കൂളിൽ വൻ വിജയമായി തന്നെ നടത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ അധ്യാപകരുടെയും PTA ഭാരവാഹികളുടെയും മദർ PTA അംഗങ്ങളുടെയും NSS വിദ്യാർത്ഥികളുടെയും സ്കൗട്ട് ഇതര സംഘടനകളുടെയും സഹായത്തോടുകൂടി ഈ പരിപാടി വൻ വിജയമാക്കി തീർക്കാൻ ഇവർക്ക് കഴിഞ്ഞു എന്ന് തന്നെ ഈ സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നുള്ള എപ്പോഴും നമ്മോടൊപ്പം സഹകരിച്ചുകൊണ്ടിരിക്കുന്ന വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നമുക്ക് തരുന്ന ആദരണീയനായ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരാളിതാ രണ്ടുപേരും മൂവി ക്യാമറയിൽ പത്രക്കാരതാ. ഏത് ചുറ്റുപാടും നമ്മളുള്ളത് പത്രക്കാരാ. വളരെ അപകടം മക്കളെ ശ്രദ്ധിക്കുക. മക്കളോട് ഞാനിത് പറയുന്നത്, ഈ നാട്ടിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ അങ്ങനെ തന്നെ ഒപ്പിയെടുക്കുകയാണ് ഈ പത്രക്കാർ ചെയ്യുന്നത്. വേണ്ടത്ര ആകർഷണീയമല്ല എന്നുള്ളത് ഈ മേഖലയിലേക്ക് ആളുകൾ കടന്നുപോകുന്നതും അതുപോലെ തന്നെ ആളുകൾ ഈ മേഖലയുമായി ശ്രദ്ധിക്കുന്നതും പ്രത്യേകിച്ച് നമ്മുടെ രക്ഷിതാക്കളൊക്കെ നമ്മുടെ കുട്ടികളെ അല്ലെങ്കിൽ പഠിക്കുന്ന ആളുകളെ ഈ ഒരു മേഖലയിലേക്ക് തിരിച്ചുവിടാൻ പ്രയാസപ്പെടുന്ന ഒരു കാലമാണ്. അല്ലെങ്കിൽ വളരെ റിസ്ക്കായി നിൽക്കുന്ന ഒരു തൊഴിൽ മേഖലയായതുകൊണ്ട് പ്രയാസപ്പെടുന്ന കാഞ്ഞങ്ങാട്ടുകാരനാണ്. ഈ നാട്ടിലെ ഒരുപാട് ബന്ധുക്കളുള്ള ആളുകളാണ്. അപ്പൊ അദ്ദേഹത്തിനും വളരെ ഉത്കണ്ഠയുണ്ട്. സ്വാതന്ത്ര്യ സവിതാവിന്റെ പാതയിൽ സേവന സന്നദ്ധരായ പെരിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. കേരളത്തിൽ നടന്നുവരുന്ന ശുചിത്വ പരിപാടികളുടെ ആഭിമുഖ്യത്തിൽ സ്കൂളുകളിൽ എങ്ങനെ ശുചിത്വ പരിപാടികൾ ആസൂത്രണം ചെയ്യാം എന്നതിനെ പറ്റി പെരിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇന്ന് സന്നദ്ധരായിരിക്കുകയാണ്. വിവിധ തരത്തിലുള്ള ശുചിത്വ പരിപാടികളാണ് പെരിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇതിന്റെ വിശദ വിവരണങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സൂര്യ ലൈനിലുണ്ട്. സൂര്യ, എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് പെരിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു വരുന്നത്? അതിന്റെ വിശദാംശങ്ങൾ ഒന്ന് പറയാമോ? കാലാകാലങ്ങളായി സേവനവാരങ്ങളും കാട്ടിക്കുടലുകളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന ഈ കാലഘട്ടങ്ങളിൽ പോലും മറ്റെല്ലാ സ്ഥാപനങ്ങൾക്കും മാതൃകയായിക്കൊണ്ട് നമ്മുടെ കേരളത്തിന്റെ തന്നെ ശ്രദ്ധയാകർഷിക്കുകയാണ് ശുചീകരണ പ്രവർത്തനങ്ങളിലൂടെ പെരിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. മഹാത്മജിയുടെ സേവന സന്നദ്ധത ഓർമ്മിപ്പിച്ചുകൊണ്ട് ശുചീകരണ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുകയാണ് പെരിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. അധ്യാപക അനധ്യാപക വിദ്യാർത്ഥികളും സ്കൗട്ട് ഇതര വിദ്യാർത്ഥികളും PTA-യും ചേർന്നൊരുക്കുന്ന പ്രവർത്തന പദ്ധതികളാണ് ഇന്ന് ഈ സ്കൂളിൽ നടത്തിക്കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തന പദ്ധതികൾ വളരെ അഭിനന്ദനാർഹം തന്നെയാണ്. ഇത്തരം ശുചീകരണ പദ്ധതികൾ എങ്ങനെയാണ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതെന്ന് ഈ സ്കൂളിന്റെ സ്കൗട്ട് അധ്യാപകനായ ശ്രീ ബാലചന്ദ്രൻ മാസ്റ്ററോട് നമുക്ക് കടലാസ് കഷ്ണങ്ങൾ പെറുക്കാറുണ്ട്, പ്ലാസ്റ്റിക് കഷ്ണങ്ങൾ പെറുക്കാറുണ്ട്, പുല്ലൊക്കെ വൃത്തിയാക്കാറുണ്ട്. പിന്നെ ടാപ്പുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് പിന്നെ ഭക്ഷണാവശിഷ്ടങ്ങൾ ഉപേക്ഷിക്കുന്ന സമയത്ത് അത് ഒഴിവാക്കാൻ വേണ്ടി കുട്ടികളോട് പറയാറുണ്ട്.
എങ്കിലും നീതു ചില പോരാട്ടങ്ങൾ ഈ സ്കൂളുകളിൽ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ മാലിന്യമുക്ത കേരളത്തിന് ഒരു ഭാവി വാഗ്ദാനമായി ഈ സ്കൂൾ പെരിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉയർന്നു വരുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് ക്യാമറമാൻ നൂർദീനോടൊപ്പം സൂര്യ ശ്രീധരൻ, വിദ്യാ ന്യൂസ്. നന്ദി സൂര്യ. പെരിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങളെ പറ്റി നമ്മുടെ പ്രതിനിധി സൂര്യ നമ്മുടെ വിവരങ്ങൾ നൽകി. അടുത്തതായി നമുക്ക് എങ്ങനെയാണ് ഈ നമ്മുടെ പെരിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും അതുപോലെ തന്നെ പെരിയ എന്ന ഗ്രാമത്തിലും എത്രത്തോളമാണ് ശുചീകരണ പ്രവർത്തനം നടക്കുന്നു, എത്രത്തോളമാണ് കേന്ദ്ര സർക്കാരിന്റെ ശുചീകരണ പ്രവർത്തനം സജ്ജമാക്കുന്നു അല്ലെങ്കിൽ സന്നിധമാക്കുന്നു എന്ന കാര്യം നമുക്ക് അറിയാം. നമ്മുടെ പ്രതിനിധിയായ ലൈനിലുണ്ട്. ശ്രീലക്ഷ്മി, എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നമ്മുടെ പെരിയ എന്ന നമ്മുടെ ഗ്രാമത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഭാവി ശുചീകരണ പദ്ധതികളെ കുറിച്ച് നമ്മുടെ പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായ ശ്രീ അരവിന്ദാക്ഷൻ അവർക്ക് എന്താണ് പറയുവാനുള്ളതെന്ന് നമുക്ക് നോക്കാം. പുല്ലൂർ പെരിയ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും വാർഡ് മെമ്പർമാരുടെ പൊതുസ്ഥലങ്ങളിലുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ പ്രവർത്തനങ്ങൾ ഓൾറെഡി നടത്തി. അതുപോലെ വിദ്യാലയങ്ങളിൽ അതുപോലെ തന്നെ മറ്റ് ഓഫീസുകളിൽ പൊതുവായിട്ട് മാലിന്യം ഉണ്ടാകുന്ന എല്ലാ സ്ഥലത്തുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യാനും പഞ്ചായത്ത് നേരിട്ട് ഇടപെട്ടിട്ട് ഇപ്പോൾ നമ്മുടെ ദേശീയ പാതക്കരികിൽ ഉള്ള പല മാലിന്യങ്ങൾ നമ്മുടെ പഞ്ചായത്തിലെ മാലിന്യമല്ല, പുറത്തുനിന്നുള്ള പല ആളുകളും മാലിന്യങ്ങൾ രാത്രികാലങ്ങളിൽ കൊണ്ടുവന്ന് നമ്മുടെ പഞ്ചായത്തിൽ നിക്ഷേപിക്കും. അതിനെതിരായിട്ട് നിയമപരമായിട്ടുള്ള ശക്തമായിട്ടുള്ള ഇടപെടൽ നടത്തി. അതുപോലെ തന്നെ ബാക്കിയുള്ള പൊതുസ്ഥലത്തിൽ മാലിന്യങ്ങളൊക്കെ ഏകദേശം നീക്കം ചെയ്തു കഴിഞ്ഞു. പിന്നെ നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകർ അവരൊക്കെ ഇടപെട്ടിട്ട് സ്വന്തം വീട്ടിലെ മാലിന്യങ്ങൾ അവിടെ തന്നെ വേർതിരിച്ച് അവിടെ തന്നെ സംസ്കരിക്കേണ്ട നിർദ്ദേശങ്ങളൊക്കെ പഞ്ചായത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അറിവുശാലകൾ മാലിന്യ കുമ്പാരമാകുന്ന നേർക്കാഴ്ചയിലേക്ക് വിദ്യാ ന്യൂസിന്റെ സ്പെഷ്യൽ ഫോക്കസ്. കാഞ്ഞങ്ങാട് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് നഗരത്തിന്റെ ഉയർച്ചയെ ലക്ഷ്യമിട്ടുകൊണ്ട് ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച മത്സ്യ മാർക്കറ്റാണിത്. ഇന്നിത് നഗരത്തിലെ ഒരു പ്രധാന മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ആ പരിസരത്ത് മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നതുകൊണ്ട് ഇവിടെ ജനവാസയോഗ്യമല്ലാതായിരിക്കുന്നു. രൂക്ഷമായ ദുർഗന്ധം കാരണം മൂക്കു പൊത്തിയിട്ട് പോലും ആ വഴിയുള്ള യാത്ര ദുരിതപൂർണമായിരിക്കുന്നു. പുലർച്ചെയും രാത്രിയും അറവ് മാലിന്യങ്ങളും മറ്റും നിക്ഷേപിക്കുന്നതിനാൽ പകർച്ചവ്യാധികളുടെ സ്ഥിരാകേന്ദ്രമായി മാറിയിരിക്കുകയാണ്. PTAയുടെയും മറ്റുള്ളവരുടെയും സഹായ സഹകരണത്തോടുകൂടി പെരിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന വാർത്താ വിചാരം എന്ന മാധ്യമ ശില്പശാല വൻ വിജയത്തിലേക്ക്. PTAയുടെയും മറ്റുള്ളവരുടെയും സഹായ സഹകരണത്തോടുകൂടി സ്വാദിഷ്ടമായ സദ്യയും അതുപോലെ തന്നെ മറ്റ് പലഹാര വിതരണവും പെരിയ ഗവൺമെന്റ് ഹയർ സ്കൂളിൽ നടന്നത്. അധ്യാപകരുടെയും PTA ഭാരവാഹികളുടെയും മറ്റുള്ളവരുടെയും സഹായ സഹകരണം ഇതിൽ പ്രാധാന്യമുള്ളതാണ്. വാർത്താ വിചാരം എന്ന മാധ്യമ ശില്പശാലയുടെ ഉദ്ഘാടനവും കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലയുടെ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് ഈ ആഘോഷം നടന്നത്. എൻഡോസൾഫാൻ ഇരകൾക്ക് സ്വാതന്ത്ര്യവുമായി ബഡ് സ്കൂൾ. ബഡ് സ്കൂളിന്റെ വിശദമായ പ്രവർത്തനങ്ങളുടെ വിവരണവുമായി ഞങ്ങളുടെ പ്രതിനിധി വർഷ ലൈനിലുണ്ട്. വർഷ, എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ബഡ്സ് സ്കൂൾ നടന്നു വരുന്നത്? എൻഡോസൾഫാൻ ഇരകൾക്കായി എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെയുള്ളത്? കാസർഗോഡ് ജില്ലയെ മുഴുവൻ കണ്ണീരിലാറ്റിയ സംഭവമാണ് എൻഡോസൾഫാൻ. എൻഡോസൾഫാൻ വിഷമഴയിൽ ദുരിതം അനുഭവിക്കുന്നവരെ പരിപാലിപ്പിക്കുവാനും അവരുടെ സർഗവാസനയെ പരിപോഷിപ്പിക്കാനും വേണ്ടിയുള്ള ഒരു വിദ്യാലയമാണ് ബഡ് സ്കൂൾ. ദീപ ടീച്ചറുടെ നിരന്തരമായ പരിശ്രമത്തിന്റെ ഫലമായി ബഡ് സ്കൂളിന്റെ പ്രവർത്തനം വിജയകരമായി മുന്നോട്ട് നീങ്ങുന്നു. സമൂഹത്തിന്റെ മുൻധാരയിലേക്ക് ഇവരെയും കൊണ്ടുവരാൻ നാം പരമാവധി ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാഴ്ച ശക്തിയുടെ ഇംപ്രൂവ്മെന്റും പിന്നെ ഫൈൻ മോട്ടോർ കൈയുടെ ഇതും പിന്നെന്ന് വെച്ചാൽ അറ്റൻഷൻ ഇരുന്നിട്ട് ചെയ്യാൻ പ്രാപ്തിയാവുന്ന നമ്മ ഒരു ഗോൾ അച്ചീവ് ചെയ്തു. നിങ്ങളിപ്പം പാഠം ജയിക്കൽ എങ്ങനെ എക്സാം എഴുതിയിട്ടല്ലേ, അതുപോലെ ഒരു ഗോൾ അച്ചീവ് ചെയ്തു പറഞ്ഞാൽ ഇത് ആരും പറയാതെ 100 കൊടുത്താൽ ചെയ്യുന്ന സമയത്താണ് ഗോൾ അച്ചീവ് ചെയ്തെന്ന് പറയുന്നത്. അങ്ങനെ ചെയ്തിട്ട് അറ്റൻഷൻ കുറെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അടങ്ങിയിരിക്കുന്നില്ലേ, ഇതുപോലെ നല്ല ആള് ഉണ്ടായിരുന്നത്. പിന്നെ അശ്വതി ചാലിങ്കാല് സ്കൂളിലത്തെ സ്റ്റുഡന്റ് ആയിരുന്നു. ഇക്ക് നല്ല കുറവാണ്, ഇപ്പോൾ പഠിക്കാൻ പിന്നോക്കാണ്, വെറും മടിയെത്തിയാണ്. പിന്നെ ഇവർക്ക് നല്ല വയസ്സുണ്ട്. ഇവിടെ ഏജ് 25 പക്ഷെ നോക്കിയിട്ടില്ല കേട്ടോ ഏജ്. ആരും ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വരാന്നുള്ളവര്. പിന്നെ ആദർശ് നേരെ ഇരിക്കുന്നുണ്ടാകും. ആദർശ് പോലെ ആദർശ് ഏടെ സ്കൂൾ പഠിച്ചേ? ഏത് സ്കൂളാ പഠിച്ചേ? ആദർശ് പുല്ലൂർ സ്കൂളിൽ പഠിച്ച കുട്ടിയാണ്. ഇപ്പൊ ഇവിടെ പഠിക്കുന്നത്. മറ്റേ അൻവാസ ആണെങ്കിൽ ചാലിങ്കാല് സ്കൂളും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കലാമനസ്സുകളുടെ തിരികൊളുത്തിക്കൊണ്ട് ജില്ലാതല വിദ്യാരംഗ കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനം പെരിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു.
ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീകൃഷ്ണ അക്കിറ്റായുടെ അധ്യക്ഷതയിൽ പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ CK അരവിന്ദാക്ഷൻ ഉദ്ഘാടനം നിർവഹിച്ചു. സ്വാതന്ത്ര്യ സവിതാവിന്റെ പാതയിൽ സേവന സന്നദ്ധരായ പെരിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. PTA-യുടെയും മറ്റുള്ളവരുടെയും സഹായ സഹകരണത്തോടുകൂടി പെരിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന വാർത്താ വിചാരം എന്ന മാധ്യമ ശില്പശാല വൻ വിജയത്തിലേക്ക്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.